ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാൽവായ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ ഫ്ലെയിം ഒക്കെ ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാബുനരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് സാബുനരി എന്നും പറയും ചൊവ്വരി എന്നും പറയും. അപ്പോൾ ഞങ്ങൾ സാബുനരി എന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി വേറൊരു പാൻ വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കാഷ്യൂനട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ മുന്തിരി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പാനിൽ തന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സാബുനരി വെന്ത് വന്നപ്പോൾ അതിക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഏലക്ക പൊടിച്ചത് ഇട്ടു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. അപ്പോഴേക്കും നേന്ത്രപ്പഴം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ട് ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. പാൽവായ്ക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ഗൈസ്.